നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദാസങ്ങൾ അവിടെ ചെന്നപ്പോ തങ്കച്ചി ഏൽപ്പിച്ചതാ. സത്യത്തില് അങ്കിൾ ഇതിന്റെ പുറകിൽ ഏറ്റവും കൂടുതൽ ഓടിയത്. ഞാൻ ആ സമയത്തെല്ലാം ഇവിടെയായിരുന്നു. ഇവിടെയോ? ആ, ഇവിടെ ഈ ഹോസ്പിറ്റലില് ചീരു ഡെലിവറി കഴിഞ്ഞ് കിടപ്പുണ്ട്. അമ്പിളിയുടെ അനിയത്തിയെ. ദൈവമേ, പേടിക്കണ്ട. ഇപ്പൊ അതൊരു സൗകര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് എന്താ കാര്യമൊന്നും ആരും ചോദിക്കില്ലല്ലോ. പക്ഷേ ആ വിനയന്റെ കണ്ണിൽ പെടാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. വിനയനോ? ആ, അവൻ തന്നെ. നമുക്കിട്ടല്ലേ വില്ലൻ. ചീരു അവന്റെ ഭാര്യയാണല്ലോ. അതുകൊണ്ട് വിനയൻ ഫുൾ ടൈം ഇവിടെ തന്നെ കാണും. ചിരിക്കാൻ തോന്നുന്നു. നല്ല കുഞ്ഞാവ. എന്താടാ മോൻ ആരുടെ മുഖച്ചായ ശബരേട്ട? ചീര ചേച്ചിയോ വിനയേട്ടന്റെയോ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ലതേ. കുഞ്ഞു കുറച്ചുകൂടെ വളരണം. അതെ, ജനിച്ചു വീണ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിന്റെ മുഖാണെന്നാ പറയുക. എന്തായാലും വിനയേട്ടന്റെ ആഗ്രഹം പോലെ ഒരാൺകുഞ്ഞ് തന്നെ ജനിച്ചല്ലോ. അത് വലിയൊരു ഭാഗ്യായി. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ദൈവം നമുക്കത് തന്നിരിക്കുന്നേ. കഴിഞ്ഞ തവണ ചീരു പെൺകുഞ്ഞിനെ ആഗ്രഹിച്ചതുകൊണ്ടാ ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളെ ജനിച്ചത്. ഭാഗ്യത്തിന് ഇത്തവണ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അല്ലടാ മോനെ, അല്ലേ? പക്ഷെ ആദ്യത്തെ പോലെ ഇരട്ടകളെ തന്നില്ല. അല്ലെങ്കിലും നല്ലതൊന്നും ദൈവം വാരിക്കൊരു തരില്ലല്ലോ. ആദ്യത്തേത് ഒരു പെൺകുഞ്ഞും ഇപ്പോഴത്തേത് 2 ആൺകുഞ്ഞുങ്ങളും ആയിരുന്നെങ്കിൽ പൊളിച്ചേരെ. പെൺകുട്ടികൾക്ക് എന്താ വിനയ ഒരു ദോഷം? നിന്റെ സംസാരം കേട്ട നിന്റെ 2 പെൺമക്കളെയും നീ ഇതുവരെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ലെന്ന് തോന്നുമല്ലോ. എന്റെ മക്കൾക്ക് ആരുടെ അംഗീകാരം ഒന്നും വേണ്ട ശബരി. അവരെ പ്രസവിച്ച ഞാനാ. എന്റെ അംഗീകാരം അവർക്ക് എന്നും ഉണ്ടാവും. അല്ലെങ്കിലേ എന്റെ മക്കൾ ഇതുവരെ അമ്മയെന്ന് വിളിക്കാനേ പഠിച്ചിട്ടുള്ളൂ. അച്ഛാന്ന് വിളിക്കാൻ അവരുടെ നാവ് വഴങ്ങിയിട്ടില്ല ഇതുവരെ. ഇനി വഴങ്ങൊന്നും തോന്നുന്നില്ല. മോളെ മതി. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോ ഇങ്ങനെ ശക്തി എടുത്ത് സംസാരിക്കാനൊന്നും പാടില്ല. അതിന്റെ വേദന നീ തന്നെ സഹിക്കണം. മനസ്സ് പൊള്ളുന്ന വേദനയൊക്കെ വലുതൊന്നല്ല ഭാനുമേ, കത്തി കൊണ്ടതിന്റെ വേദന. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ ചിരു. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മുടെ മക്കള് തന്നെയല്ലേ ചിരു? നമ്മുടെ മക്കള്. വെറുതെ എന്നെ കൊണ്ട് കൂടുതലൊന്നും നിങ്ങൾ പറയിപ്പിക്കണ്ട.